കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നോർത്തുള്ള സെക്ഷൻ പുതുതായിട്ട് ആരംഭിച്ച ഡിജിറ്റൽ ഇവാഞ്ചലിസം സെൻറ്ററിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായല്ലോ. കേരളത്തിൽ സുവിശേഷ വേലയുടെ പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട്. വ്യക്തിപരമായിട്ട് നമ്മൾ സുവിശേഷ വേല ചെയ്യുക, സഭയായി ചെയ്യുക, അതുപോലെ കുടുംബപരമായിട്ട് ചെയ്യുക, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്യുക, അതുപോലെ നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ സുവിശേഷ പ്രചരണം നടത്തുക. അങ്ങനെ പലതരത്തിലുള്ള മാധ്യമങ്ങൾ നമ്മൾ സുവിശേഷ വേലയുടെ പ്രചാരണത്തിനായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യുന്നത് മറ്റൊന്നിനുമല്ല, ദൈവവചനം അറിയാത്ത അനേകർ നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഉണ്ട്. പ്രത്യേകിച്ച് കേരളം അഭ്യാസ വിദ്യർ ഉള്ള സാക്ഷരതയുള്ള ഏറ്റവും ഒന്നാമത് നിൽക്കുന്ന നമ്മുടെ രാജ്യത്തെ സംസ്ഥാനമാണെങ്കിൽ പോലും എന്നും ദൈവവചനം കേൾക്കുവാനും അറിയുവാനും അത് മനസ്സിലാക്കുവാനും കഴിയാതെ ജീവിക്കുന്ന അനേകർ നമ്മുടെ സംസ്ഥാനത്തും മറ്റു പല ഭാഗങ്ങളിലുമുണ്ട്. അത്തരത്തിലുള്ള സഹോദരങ്ങളെയും ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും അവർക്ക് അത് പകർന്നു കൊടുക്കുവാനും അവരും അത് മനസ്സിലാക്കുവാനുള്ളൊരു അവസരം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു സഭ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വമാണ്, നമ്മുടെ കടമയാണ്. അതിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടും സമൂഹമായിട്ടും അത് നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ആ ഒരു അർത്ഥത്തിൽ പുതുതായിട്ട് നോർത്തുള്ള സെക്ഷൻ തുടങ്ങിയിരിക്കുന്ന ഈ ഡിജിറ്റൽ ഇവാഞ്ചലിസം സെൻറ്റർ അതിലൂടെ അനേകർക്ക് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കാനുള്ളൊരു വലിയ അവസരം ദൈവം തുറന്നു തന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ദൈവമക്കളെയും, ഇത് മുൻപോട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്ന നിൻ്റെ മക്കളെയും തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിലൂടെ അനേകർക്ക് ദൈവത്തിൻ്റെ വചനം ലഭിപ്പാൻ ദൈവം അവസരം ഒരുക്കട്ടെ. അങ്ങനെ അനേകർ സത്യം അറിഞ്ഞുകൊണ്ട് ഈ അവസാന നാളുകളിൽ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക്, ദൈവത്തിൻ്റെ വഴിയിലേക്ക് കടന്നു വരുവാൻ, ദൈവവചനം പഠിക്കുവാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ദൈവസന്നിധിയിൽ ഞാൻ വളരെ ഹൃദയംഗമായിട്ട് ആശംസിക്കുന്നു. ഈ സംരംഭത്തിന് എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും എല്ലാവിധത്തിലുള്ള പ്രോത്സാഹനങ്ങളും ഉയരത്തിൽ ദൈവം കൊടുക്കട്ടെ. അതിൻ്റെ പ്രവർത്തനങ്ങളെ കർത്താവ് വിജയത്തിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ. ദൈവനാമം മഹത്വപ്പെടുമാറാവട്ടെ. കർത്താവിൽ പ്രിയരെ, നമ്മുടെ ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഭാഗം, എന്താണ് യഥാർത്ഥ സന്തോഷം? ഇന്ന് മനുഷ്യൻ സന്തോഷത്തെ പലതരത്തിൽ നിർവചിക്കുകയും പലതരത്തിൽ അതിനെ കാണുകയും ചെയ്യുന്ന ഒരു പരിസ്ഥിതിയുണ്ട്. ഓരോരുത്തരും അവരുടേതായ ജീവിത സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ, സാമ്പത്തികം, അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ, അതുപോലെ കുടുംബ പശ്ചാത്തലം, ഇതൊക്കെ അനുസരിച്ച് അവരുടെ സന്തോഷത്തിൻ്റെതായ നിർവചനത്തെ അതിന് പ്രകാരം അവർക്ക് കാണുവാനും അത് സന്തോഷത്തെ അവർക്കതിന് പ്രകാരം മനസ്സിലാക്കുവാനും സാധിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പം മനുഷ്യൻ സന്തോഷം എന്ന് പറയുന്നത് ഓരോരുത്തരും അവരുടേതായ ജീവിത ചുറ്റുപാടുകളെ ആശ്രയിച്ചാണ് അവരെ നിർവചിക്കുന്നതും കാണുന്നതും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്നാൽ യഥാർത്ഥ സന്തോഷം എന്താണ്? ഇപ്പോൾ ചില മനുഷ്യരെ സംബന്ധിച്ച് സന്തോഷം എന്ന് പറയുന്നത് ധാരാളം പണം ഉണ്ടാകുക, തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇഷ്ടമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുക, അങ്ങനെ സമയം ചെലവഴിക്കുക, അതൊക്കെ സന്തോഷമായി കാണുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ചിലരെ സംബന്ധിച്ച് മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരെ സന്ദർശിക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അപ്പോൾ അതിൽ സന്തോഷം കാണുന്നവരുണ്ട്. എന്നാൽ ചിലരെ സംബന്ധിച്ച് തങ്ങളുടെ കുടുംബാംഗങ്ങളുമൊത്ത് സമയം ചെലവഴിക്കുകയും അവരോടൊത്ത് കാര്യങ്ങൾ ചെയ്യുകയും അവരുമായിട്ട് ഒന്നിച്ച് വസിക്കുകയും ചെയ്യുന്ന ഒരു രീതിയെ സന്തോഷമായിട്ട് കണക്കാക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് മനുഷ്യൻ്റെ സന്തോഷത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും അവർ അതിനെ മനസ്സിലാക്കുന്ന രീതിയുടെ വ്യത്യാസമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ശരിയെന്നോ മറ്റൊരു കാര്യം തെറ്റെന്നോ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത് ഓരോ വ്യക്തികളെ സംബന്ധിച്ചും അവരുടേതായ ശരികളും അവരുടേതായ തെറ്റുകളും ഉണ്ടാവാം. പക്ഷേ അത് പൊതുവായിട്ട് വരുമ്പോൾ ഒരു കാര്യം തെറ്റ്, ഒരു കാര്യം ശരി എന്ന് പറയുവാനോ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ രണ്ട് ശരിയും രണ്ട് തെറ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ഒരു പൊതുസമൂഹത്തെ സംബന്ധിച്ച് ഏത് കാര്യങ്ങളും നോക്കിക്കാണുന്നത് അവരുടെ ചുറ്റുപാടുകളെ അനുബന്ധിച്ച് ആയിരിക്കാം, അതിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ടായിരിക്കാം. എന്നാൽ ഏത് കാര്യത്തിനും അതിൻ്റെതായ ഒരു ശരിയായ ഒരു തെറ്റുമുണ്ട് എന്ന കാര്യം നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. കാരണം ഏത് കാര്യങ്ങൾക്കും ഒരു ശരിയായ ഒരു ഡെഫിനേഷൻ അല്ലെങ്കിൽ ശരിയായ ഒരു നിർവചനം ഉണ്ട്, ശരിയായ ഒരു കാഴ്ചപ്പാടുണ്ട്. അതിൽ നിന്ന് വ്യതിചലിച്ച് പോകുമ്പോഴാണ് പലപ്പോഴും മനുഷ്യൻ അതിനെ ന്യായീകരിക്കുവാനും അതിന് കൂടുതൽ വിശദീകരണം കൊടുക്കുവാനും അത് ശരിയാണ് സമർത്ഥിക്കുവാനൊക്കെ ശ്രമിക്കുന്നത് അവിടെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സന്തോഷം എന്താണ് എന്ന് നാം ചിന്തിക്കുമ്പോൾ നാം പലപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കളാവുന്നെങ്കിൽ അവരുടെ സന്തോഷം എന്ന് പറയുന്നത്
അവരുടെ ജീവിത ചുറ്റുപാടുകളും ജീവിത സാഹചര്യങ്ങളും അവർ ഒരുക്കുന്നതനുസരിച്ച് അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തിരുവചനം തന്നെ ആയിരിക്കും. കാരണം ഒരു ദൈവജനെ സംബന്ധിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് ആ ദൈവജനത്തെ അടിസ്ഥാനപ്പെടുത്തിയും തങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളെ അടിസ്ഥാനപ്പെടുത്തിയും ജീവിത നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുമൊക്കെയാണ് അവരതിനെ ക്രമീകരിക്കുന്നതും അതിനെ അവർ കാണുകയും ചെയ്യുന്നത്. അത്തരത്തിൽ നാം ചിന്തിക്കുമ്പം യഥാർത്ഥമായ സന്തോഷം എന്താണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നുണ്ട്. കാരണം ആ സന്തോഷം ഒരുപക്ഷെ ലോകത്തിലുള്ള ഒരു ലൗകിക മനുഷ്യൻ അല്ലെങ്കിൽ വ്യക്തികൾക്ക് സന്തോഷമായി തോന്നണമെന്നില്ല, അല്ലെങ്കിൽ അതിലെന്ത് സന്തോഷം ഇരിക്കുന്നു എന്ന് ചോദിക്കുന്നവരോ അങ്ങനെ പറയുന്നവരോ ഉണ്ടാവാം. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് തൻ്റെ ജീവിതത്തിൽ എന്താണ് സന്തോഷം എന്ന് അവൻ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സന്തോഷത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുമ്പോൾ അവരനുഭവിക്കുന്ന സന്തോഷം അവർക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നായിരിക്കും. അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് തിരുവചനത്തിൽ എന്തു പറയുന്നു, അത് നാം എങ്ങനെ അനുസരിക്കുന്നു, അത് നാം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ജീവിതത്തിലെ വിവിധമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. സന്തോഷമായാലും ദുഃഖമായാലും പ്രശ്നങ്ങളായാലും നാം അതിനെ എങ്ങനെ കാണുന്നു, നാം അതിനെ എങ്ങനെ ഉൾക്കൊള്ളുന്നു, നമ്മുടെ ജീവിതത്തിൽ അതെങ്ങനെ പ്രാവർത്തികമാക്കുന്നു, അതിനെ സംബന്ധിച്ചാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സന്തോഷം എന്ന് പറയുന്നത് നാം അറിയുന്നത് അല്ലെങ്കിൽ പ്രത്യേക ദൈവജനത്തിൽ മനസ്സിലാക്കുന്നത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ ഉപദേശങ്ങൾ, വചനങ്ങൾ നാം യഥാർത്ഥമായിട്ട് അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ തീർച്ചയായും അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു സന്തോഷമുണ്ടാവും. ആ സന്തോഷം എന്ന് പറയുന്നത് ചില സമയത്തേക്ക് മാത്രമുള്ള സന്തോഷമല്ല. നമ്മൾ നേരത്തെ കണ്ട ഈ സന്തോഷമൊക്കെ, അതായത് സന്ദർശിക്കുക, സമയം ചെലവഴിക്കുക, അല്ലെങ്കിൽ പുറത്ത് നമ്മൾ അല്ലെങ്കിൽ പോകുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുക, നമുക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് നമ്മൾ സമയം ചെലവഴിക്കുക, ഇതൊക്കെ എന്ന് പറയുന്നത് കുറച്ച് സമയത്തേക്ക് മാത്രമുള്ള സന്തോഷമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു സാഹചര്യം കഴിയുമ്പോൾ ആ സന്തോഷം നമ്മളിൽ ഇല്ലാതെയാവുന്നു എന്ന് നാം തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ന് നിൽക്കുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത്, അത് മനുഷ്യന് നൽകാൻ കഴിയുന്നതോ അല്ലെങ്കിൽ നാം ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് ലഭിക്കുന്ന ഒരു സന്തോഷവുമല്ല. എന്നാൽ അതിലപ്പുറമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കുന്ന ഒരു സന്തോഷമാണ്. ആ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തിലുള്ള ആശ്രയത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ആ സന്തോഷം നമ്മൾ നിലനിൽക്കുന്നത്. ചില മനുഷ്യരെ സംബന്ധിച്ച് എത്ര പ്രയാസങ്ങളും പ്രശ്നങ്ങളും കടന്നു വന്നാലും അത് അവരെ തളർത്താതെ നിരാശപ്പെടുത്താതെ ഒരു പ്രത്യാശയിൽ നിൽക്കാൻ കഴിയുന്ന അനേകരുണ്ട്. നമ്മൾ വാസ്തവം പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മുൻകാല കാലഘട്ടങ്ങളിൽ കഴിഞ്ഞുപോയ അനേകരുടെ ജീവചരിത്രങ്ങൾ പഠിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ എത്രയോ പ്രതിസന്ധികളും പ്രയാസങ്ങളും കടന്നു വന്നപ്പോഴും സന്തോഷമായി ഇതിനെയൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ട് ജീവിച്ചവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്, പ്രത്യേകിച്ച് സങ്കീർത്തനം 16:11 പറയുമ്പോൾ നമുക്ക് യഥാർത്ഥ സന്തോഷം എവിടെ നിന്നാണ് ലഭിക്കുന്നത്, എവിടെയാണ് നമുക്ക് സന്തോഷമുള്ളവരായിരിക്കാൻ കഴിയുന്നത്, എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ സന്തോഷം നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നത് ചോദിക്കുമ്പോൾ അവിടെ പറയുന്നത് നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിൻ്റെ വലതു ഭാഗത്തു നിന്നും പ്രമോദങ്ങളുമുണ്ട് എന്നാണ്. അപ്പോൾ ആ ഒരു സന്തോഷവും ആ ഒരു പ്രമോദവും അതിൽ ആശ്രയിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിനെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ എപ്പോഴും ആ സന്തോഷവും ആ സമാധാനവും ഉണ്ടാവും എന്നത് ദൈവജനം നമുക്ക് തരുന്ന ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന കാര്യങ്ങളിൽ ആശ്രയിക്കാതെ ഈ ലോകത്തിൽ ലഭിക്കുന്ന സന്തോഷം നമുക്ക് ലഭിക്കുമെന്ന് കരുതിക്കൊണ്ട് നമ്മുടെ സമയവും നമ്മുടെ പണവും അതിന് ചെലവഴിക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു പ്രത്യേക സമയം കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും പ്രയാസങ്ങളും നിരാശകളും വേദനകളൊക്കെ കടന്നു വരുന്ന അനുഭവമുണ്ട്. എന്നാൽ അതിനെയൊക്കെ നമുക്ക് അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഒരു സ്ഥിരമായ സന്തോഷം നമുക്ക് സൂക്ഷിക്കാൻ കഴിയണമെങ്കിൽ ഈ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉള്ള ആ സന്തോഷ പരിപൂർണതയും അവൻ്റെ വലതുഭാഗത്തുള്ള പ്രമോദങ്ങളും നാം ആശ്രയിക്കുന്നുവെങ്കിൽ, നാം അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സന്തോഷത്തെ നിലനിർത്തുവാനും അത് സ്ഥിരമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും സാധിക്കും. അതാണ് യഥാർത്ഥ സന്തോഷമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ട് ആ ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുവാനും ആ സന്തോഷം ജീവിക്കുവാനും ആ സന്തോഷം നിലനിർത്തിക്കൊണ്ട് ഒരു ദൈവത്തിൻ്റെ പൈതലായി മുൻപോട്ട് പോകുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ, ഓരോരുത്തരും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചിന്ത അവസാനിപ്പിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അടിയങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതികൂലങ്ങളും അടിയങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ സന്തോഷകരമായ ഒരു ജീവിതം എങ്ങനെ നടത്താം, അല്ലെങ്കിൽ എങ്ങനെ ഞങ്ങൾക്ക് നയിക്കാം എന്ന് ദൈവത്തിൻ്റെ വചനം ഉപദേശിക്കുന്ന പ്രകാരം കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാനും അവിടുത്തെ സന്നിധിയിലുള്ള സന്തോഷം അടിയങ്ങളുടെ ജീവിതത്തിൽ അതിനെ പ്രാപിപ്പാനും അനുഭവിപ്പാനും അങ്ങനെ സന്തോഷമുള്ളവരായി സകല കാര്യങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാനുള്ള കൃപ അടിയങ്ങൾക്ക് എല്ലാവർക്കും തരണമേ. ഈ വചനം ശ്രമിച്ചതിൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരെയും കർത്താവ് വ്യക്തിപരമായിട്ട് കുടുംബങ്ങളായിട്ട് കൊടുത്ത് അനുഗ്രഹിക്കണം, കൃപയിൽ സൂക്ഷിക്കണം, മാനവമത കഥാവ് എടുക്കണം. എല്ലാ അടിയങ്ങൾക്ക് ആ ജീവനെ തന്ന യേശു നാം ചോദിക്കുമ്പോൾ കൃപയുടെ നല്ല ദൈവമേ, ആമേൻ.